മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗനവനീതം പകരാനില്ല് മനോഹരി 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 രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗതവനീതം പകരാനില്ല എന്റെ കണ്ണൻ വന്നീല എന്നോടൊന്നും ചൊല്ലില എന്റെ കണ്ണൻ വന്നീല എന്നോടൊന്നും ചൊല്ലില അനുരാഗം മീട്ടും ഗന്ധവൻ നീ സ്വപ്നം കാണും മധുരാപുരി വാഴും മന്നവൻ മധുരാപുരി വാഴും മന്നവൻ മണിവളകിലുങ്ങണ കയ്യാലേ വിരൽ തട്ടി വിളിക്കണതാരാണ് മണിവളകിലുങ്ങണ കയ്യാലേ വിരൽ തട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണ് ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാതേരും മഴയാവേ ഓ കളിയാടി പാടാൻ നേരമാ കളിയാടി പാടാൻ നേരമാ. ഈ ഫാമിലി ഇത്ര പേരല്ല, ഇനിയും ആളുകളുണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട് ഈ ഒരു ഫാമിലിയില്? ഇന്ത്യ, UAE, കാനഡയും കൂടെ കൂട്ടിയിട്ട് 35-40 അടുത്ത ആൾക്കാരുണ്ട്. അവിടെയും വേറെ ടീമാണ്. ഓൾറെഡി നിങ്ങൾ തന്നെ ഇപ്പം ടൈം കിട്ടുമ്പോൾ പ്രോഗ്രാം വരുന്ന സമയത്ത് പോകുക ഡിപ്പെൻസ്. അതായത് ഇപ്പം നമ്മൾ വലിയ ഇവന്റ്സ് അവർക്ക് ഓർഗനൈസ് ചെയ്യണം, ദുബായിൽ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം നമുക്കിപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ്സും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ചെറിയ സംഘടനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായിലെ UAE ടീം വെൽ എക്വിപ്ഡ് ആണ്. നമ്മളെ എല്ലാ ടീമും ഉണ്ട്. മൃദംഗവും കീബോർഡും വോക്കൽസ് പാടുന്നു എല്ലാവരും ഇവിടെ തന്നെയാണ്. സെയിം ഇതേപോലെ തന്നെ ഉണ്ട്. ഇതുപോലത്തെ ഒരു ടീം അവിടെയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയും രണ്ടുപേരും ഇപ്പോൾ മൃദംഗത്തിന് വേറെ ആളുണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് വയലിനിസ്റ്റ് വേറെ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് വയലിനിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മസ്കറ്റിൽ അടുത്ത ദിവസം പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പേരും ഈ ദുബായിലെ ആൾക്കാരും ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലെ പ്രോഗ്രാമിന് ഞാൻ കുറച്ച് പേര് ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇതെല്ലാം ഒറ്റ ഫാമിലിയാണല്ലോ. ആരുടെ അവൈലബിലിറ്റി ഒരു ദിവസം അടുത്ത ദിവസം ഞങ്ങൾ നവംബർ 22-ാം തീയതി മുംബൈയിലും പ്രോഗ്രാം ഉണ്ട്, ദുബായിലും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ 3 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും, ബാക്കിലൊരു ബോംബെ പോകും. അങ്ങനെ ഇത് ഓൾറെഡി പറയോ, ഞാൻ ഇതൊരു ദുബായ് കണ്ടിട്ടില്ല, എനിക്ക് അങ്ങോട്ട് പോകണം, ആ ഒരു ചർച്ച നടക്കാറുണ്ടോ? ചിലപ്പോൾ ഉണ്ട്. അത് മാറി മാറി കൊണ്ടുപോകും ആൾക്കാരെ. ഇപ്പൊ അത്യാവശ്യം എല്ലാവരും തന്നെ മാറി മാറി കൊണ്ടുപോകും. ഇപ്പൊ ഈ വൈഷ്ണവിനെയൊക്കെ കൊണ്ടുപോകാനുള്ളൂ. ഇവൻ വരുന്നുണ്ട്. ഇപ്പൊ 22-ാം തീയതി ദുബായിക്ക് വരുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. വൈഷ്ണവിനെ 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് പീരീഡ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും കൊണ്ടുപോകുന്നില്ല. ആളൊന്ന് ആഗ്രഹിച്ച കേട്ടോ, സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. ഈ കൂട്ടത്തില് പലരുടെയും ഫോറിൻ ട്രിപ്പ് ശരിക്കും സാധ്യമായത് ശരിക്കും നന്ദോദത്തിലൂടെയാണ്. നന്ദോദത്തിന്റെ പ്രോഗ്രാം നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നത്. കെനിയക്ക് വരുന്നുണ്ട്. ഓ ഓക്കെ ചേട്ടാ, ഞാനുണ്ട്. പാസ്പോർട്ട് അത് വേണോ? അതൊന്ന് കട്ട് ചെയ്യോ? ഞങ്ങൾക്ക് പുറത്തുനിന്ന് ട്രോൾ എടുക്കുന്നില്ല, അകത്തുനിന്ന് മാത്രമേ ട്രോൾ എടുക്കുന്നുള്ളൂ. സോ പേടി എല്ലാവർക്കും. ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അല്ലെ, കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നമ്മളുടെ സംസാരിച്ചപ്പോഴത്തേനും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡ് ഫയറിന്റെ അത് ഉഴപ്പനായിരുന്നു. അപ്പൊ ഉഴപ്പൻ എന്ന് പറഞ്ഞ കണ്ണനുണ്ട്, അവനൊന്നും വന്നിട്ടില്ല. അപ്പൊ അവൻ ഈ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ പോകത്തില്ല. നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഈ ട്രോളുകളുടെ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും പണിയിരുന്നവനാണ്. അപ്പൊ എന്ത് സാധനം ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേ പറയുള്ളൂ. വിശ്വചേട്ടനായിരുന്നു അല്ലേ? കഴിഞ്ഞ ഞാൻ സൂക്ഷിച്ചില്ല. അവന് ഭയങ്കര തിരക്കാ, പക്ഷെ ഈ കാര്യത്തിന് പക്ഷെ തിരക്കില്ല. അനിയനാണ്, സ്വന്തം വിശ്വചേട്ടൻ്റെ അനിയനാ. ടാലന്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല ആളെ. ഞങ്ങളിപ്പോ ഇമാജിനറി ആള് ഇങ്ങനെ ഒരു ഉഴപ്പിനുണ്ടെന്ന് അറിയാം. ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, അവൻ അടുത്ത എപ്പിസോഡിൽ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, കാണാൻ സസ്പെൻസ്. ഇപ്പൊ 25 വർഷത്തെ ഒരു ജേർണി. ഇപ്പൊ ചെറിയൊരു നമ്പർ അല്ല. പക്ഷെ ഈ പണ്ട് പാടിയ പാട്ടുകൾ സ്റ്റിൽ ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു സജീവമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയ ശേഷമായിരിക്കും ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തിയത്. സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ഉറപ്പായിട്ടും. ഇപ്പം മനോഹരി രാധ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് 2008-ലോ 2009-ലോ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത്.
അതാരും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഇത്രയും വർഷം കഴിഞ്ഞ് 2022 22 ആ സമയത്ത് വീണ്ടും പാടിയപ്പോഴത്തേനും സോഷ്യൽ മീഡിയ വന്നു, അതിന്റെ പ്രസൻസും റീച്ചും കൂടിയപ്പോഴത്തേനും അത് വൈറലായി. പണ്ട് ഞങ്ങൾ ആ പാട്ട് പാടാറുണ്ടായിരുന്നു. അതാ ഡിഫറൻസ് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടതും ഇപ്പൊ ഞാനെല്ലാം സോഷ്യൽ മീഡിയയിൽ കേട്ടത് ഈ ഒരു പാട്ടാ. ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വന്നതും ആ സോങ് ആണെന്ന് തോന്നുന്നത്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ ഭജൻസിന്റെ കൂടെ ഇത് പാടുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് അമ്പലത്തിൽ പാടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത്? അങ്ങനെ ആരും ബോധമുള്ള പ്രായത്തിലൊന്നും അല്ല ഇതെല്ലാം ചെയ്തത്. അപ്പൊ ആൾക്കാരുടെ റെസ്പോൺസ് എന്താണോ അങ്ങനെ നമ്മള് ബോധയുടെ അല്ലായിരുന്നു. കുറെ പാട്ടുണ്ടായില്ലേ ഇപ്പൊ പാടുന്നതിലല്ല, ഇപ്പൊ പാടുന്ന ഇനിയും പാട്ടുകളുണ്ട് അതിനകത്ത്. വലിയൊരു മിക്സ് ആയിരുന്നു. അത് ഞങ്ങളിപ്പോ പാടാറില്ല. സപ്താഹ അങ്ങനെ ആ സമയത്തൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്രയും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടരെ എനിക്കൊന്ന് അപ്പം ഇരുന്ന് മനസ്സിൽ വരുന്ന പാട്ടുകളെല്ലാം അങ്ങ് പാടുവന്നു എല്ലാവരും കൂടെ. ഒരാൾ പാടി തരുമ്പോ അടുത്ത ആൾ പാടും. ഒരാൾ പാടി കഴിയുമ്പോൾ അടുത്തവന് അതും കൂടെ കൊള്ളാം. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്ന പ്ലാനിലൊന്നും അല്ല വരുന്നത്. പാടിക്കൊണ്ടിരിക്കാൻ മൈക്കിന്റെ ഇടയ്ക്കൂടെ ഇന്നത് പാടും അങ്ങനെ പറഞ്ഞിട്ട് പാടിയ പാട്ടുകളുണ്ട്. ഈ ഓഡിയൻസിൽ നിന്ന് സോങ്സ് വരാറുണ്ടോ? ഐ മീൻ ഈ സോങ് അതിന് കൂടെ ആഡ് ചെയ്യും, അങ്ങനെ ആഡ് ചെയ്ത പാട്ടുകളുണ്ടോ ശരിക്കും? ഞങ്ങൾ കമന്റ്സ് കണ്ടിട്ട് പാടിയ പാട്ടുകളുണ്ട്. അത് ഞങ്ങൾ റിക്വസ്റ്റില് ഇപ്പൊ പ്രണവോസ്മി, അപ്പൊ ഞാനൊരു കമന്റ് കണ്ടിട്ട് അതെനിക്ക് പാട്ട് നമുക്കറിയാം, പക്ഷെ എന്നാൽ അത് നല്ലതായിരിക്കും ഭജനിൽ പഠിത്താന്ന് തോന്നിയിട്ട് ശരത് സാറിന്റെ പാട്ട്, അപ്പൊ അത് കമന്റ്സ് കണ്ടിട്ട് ഞങ്ങൾ എടുത്ത് പാടി. അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം ഉണ്ട്. അപ്പൊ എല്ലാ പാട്ടും ഞങ്ങളുടെ സ്വന്തമല്ല, കുറെയൊക്കെ ഞങ്ങൾക്ക് ചില ആൾക്കാർ റിക്വസ്റ്റ് വരുന്ന പാട്ടുകൾ അപ്പൊ ഞങ്ങൾ വിചാരിക്കും നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പൊ ഓഡിയൻസ് നമ്മളെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. ശരിയാ. ഈ നിങ്ങളുടെ ഓരോ തവണ ഷോയിൽ വരും പ്രോഗ്രാം ചെയ്യുന്ന അറ്റയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ആരാ കളർ തീം കൊണ്ടുവരുന്നത്, പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും ഇതിന്റെ പുറകിൽ ആൾക്കാരുണ്ടോ? ആരും ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? ആ കറുത്ത കൈകൾ. ഈ ഭജൻ കണക്ട് കൊണ്ടുവന്നപ്പോ തന്നെ നമുക്ക് അതൊരു സാധനം, ആ ഒരു ഭജൻ കണക്ട് എന്നുള്ള ഒരു ഇത് യുണീക്ക് ആക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ യുണീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് പാട്ട് പാടും ഇന്ററാക്റ്റീവ് മാത്രമല്ല, ഓവറോൾ വിഷ്വലി എല്ലാം തന്നെ ഭംഗിയായിരിക്കണം. അപ്പൊ വിഷ്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളെ കാണുന്ന നമ്മളെ ഡ്രസ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേണിൽ ആദ്യം ആൾക്കാർ ഓരോ ഭജൻ കണക്ക് തൃശ്ശൂരിന് എക്സാമ്പിള് ഗ്രീൻ കളർ, അതിന് മുന്നിലത്തേതിൽ വൈറ്റ്, അതിന് മുന്നിലത്തേന് അപ്പൊ ഓരോന്നിനും ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യുന്ന ഓരോന്നിന്റെ കളർ തീം കൊടുക്കണം. അപ്പൊ അത് വിഷ്വലി ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പൊ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു മെർച്ചൻഡൈസിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡിസൈൻ ജയ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ ജയ്പൂർ. അപ്പൊ ഞങ്ങളത് ട്രാവൽ ചെയ്ത് അവരെ മീറ്റ് ചെയ്തു. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ആ ഡ്രസ്സെല്ലാം ഉണ്ടാക്കുന്നത്. പുറകിലൊരു ഹാർഡ് വർക്ക് ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞ ചിലപ്പോൾ ഇവരെല്ലാം ട്രോളും. അല്ലെ, എന്റെ കൂടെ വർക്ക് ചെയ്തൊരു മേഡം ഉണ്ട്. മേഡം റിട്ടയർ ആയി, മേഡം പോയി. അപ്പൊ മേഡം മഴവിൽ മനോരമയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മേഡം എനിക്ക് മെസ്സേജ് അയച്ചു, മനു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ഡ്രസ്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, മനു ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടിരുന്നു. അതേ കാര്യം എടുത്ത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഗ്രൂപ്പിലിട്ട് ഇവര് അതേ കയറി പിടിച്ച് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്, ആദ്യമായിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് ആൾക്കാർ പറയുന്നത് തീർച്ചയായും അത് ഒത്തിരി പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ ഇവൻ തൂക്കിയത് കണ്ണൻ എനിക്ക് നമ്മൾ ഈ ഭജന കണക്കിലേക്ക് സ്വന്തം ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാല് ശോകമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇവന്മാരൊക്കെ ഇതിട്ടാ മതി. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡിങ് ആട്ടോ, എല്ലാവരും ചോദിക്കണ്ട ഇത് എവിടെ കിട്ടും വായിക്കാനായിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ്സിൽ വരുന്ന ആളുകൾക്ക് ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, എന്തുകൊണ്ട് സ്ത്രീ സാന്നിധ്യം എന്തുകൊണ്ട് വരുന്നില്ല? അതൊരു എന്തുകൊണ്ട് ആളുകൾക്ക് ഇപ്പം വരണം, പാട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ജോയിൻ ചെയ്ത് പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അതിനൊരു റീസൺ എന്തായിരിക്കും? ഇത് പറഞ്ഞ പോലെ ആദ്യം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ, അങ്ങനെ കണക്ട് ആയത്. അപ്പം ചെറുപ്പം തൊട്ട് ഞാനും പ്രവീണൊക്കെ ഒരുമിച്ച് പാടി. ഇപ്പം ശ്രീലാലിന്ന് വന്നിട്ടില്ല, നമ്മളുടെ ചിരിക്കുന്ന മുഖം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ വന്ന ആൾക്കാരായതുകൊണ്ട് അത് ആൾക്കാർ ലേഡീസിനായിട്ടുള്ളൊരു നമ്മൾ ഓർഗാനിക്കലി ഒരു നമ്മുടെ ടീമിലേക്ക് ഒരു മെമ്പർ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അഭിരാമേജയില്ല, നമ്മളെ മഹാദേവിയൊക്കെ പാടിയ തൊട്ട് എന്നുള്ള ഫിലിം സോങ് ഒക്കെ പാടിയ അഭിരാമേജയുടെ കൂടുതൽ ഞങ്ങൾ കൊളാബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ദുബായിലാണെങ്കിലും നമ്മുടെ കൂടുതൽ ഫ്ലൂട്ട് വായിക്കുന്ന നവീൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ മോള് പാടാൻ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളെയും അല്ലാത്ത ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാണുന്ന സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ നമ്മളെ സ്റ്റേജിലാണ് ആൾക്കാർ കാണുന്നത്. ഇതിന്റെ പുറകിൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ യാത്ര. രാത്രിത്തെ യാത്രയിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് മിക്കപ്പോഴും വീട്ടിലെത്തുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലേഡീസിന് അത്യാവശ്യം ഹെക്ടിക്കാണ്. നമ്മൾ നമ്മൾ എല്ലാവരും ചിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഓട്ടവും യാത്രയും, ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് വന്നത്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, നാളെ ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ നേരെ കണ്ണൂർ പോവാണ്. അപ്പോൾ മറ്റന്നാളെ ഞാൻ തിരിച്ചു ദുബായിക്ക് പോകും. അപ്പൊ അങ്ങനെ അപ്പൊ ആക്ച്വലി പെൺകുട്ടികളെ കൂടെ ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള നമ്മൾ ഈ ഓട്ടം പറ്റുമോ എന്നുള്ള കാര്യം അതൊരു ഇതാണ്. നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ഒരു പുതിയ പാട്ട് പാടണം,
അല്ലെങ്കിൽ ഈ ഒരു ടീമിലെ ആളാവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ സെലക്ഷൻ നടത്തുക? ഇപ്പോൾ പുതിയ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ, പാട്ടിൽ അറിവുണ്ടാവുക അല്ലെങ്കിൽ പാട്ട് പഠിച്ചിരിക്കണം എന്നൊരു കാറ്റഗറി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം, നിങ്ങളുടെ ഒരു ഫാമിലിയിൽ വരണം എന്നാണ്? ഈ രണ്ടെണ്ണത്തിൽ എന്താ നിങ്ങളുടെ ആദ്യത്തെ തോട്ട്? ഞങ്ങളുടെ ഫസ്റ്റ് തോട്ട് അതിനോടുള്ള ഇൻട്രസ്റ്റ്, അതായത് ജസ്റ്റ് നമ്മളെ ഇപ്പം നമുക്ക് എന്താണെങ്കിലും റീച്ച് ഉണ്ട്, അപ്പോൾ ആ റീച്ചിനെ മാത്രം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരോട് ഇതിനേക്കാളും അപ്പം നമ്മളൊരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബും ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയും, അപ്പം ആ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളായിരിക്കണം വരുന്നത്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പം ഇത്രയും ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാം. അപ്പം നമ്മൾ തീരുമാനിക്കും, ചിലപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവരും. പക്ഷേ ഇവനൊക്കെ വന്നു നമുക്കറിയാം, ഇപ്പം ഇവനൊക്കെ റിയാലിറ്റി ഷോയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവൻ എനിക്ക് കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇപ്പോൾ നമ്മൾ എല്ലാ പാട്ടും എനിക്ക് സ്വന്തമായിട്ട് ലീഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമാറ്റ് അറിയാമല്ലോ, എല്ലാവരും ഒരുമിച്ച് പാടുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ ലീഡ് ചെയ്യും, ശ്രീലാൽ ലീഡ് ചെയ്യും, മനു ലീഡ് ചെയ്യും. അപ്പം വൈഷ്ണവന് ഇപ്പം ആദ്യം വന്നപ്പോൾ തന്നെ പുറകിലിരുന്ന് കുറച്ച് പാടിയാൽ മതി. അപ്പം അവനിപ്പം നേരെ ഞാൻ തന്നെ ലീഡ് ചെയ്ത എല്ലാ പാട്ടുകളും പാടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം പക്ഷേ ഗ്രാജുവലി അവനും പാടും ഉറപ്പായിട്ടും. അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഓരോരുത്തരും ബിൽഡ് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടീം സ്പിരിറ്റ് വേണം. ആ ടീം സ്പിരിറ്റ് വേണം. നമ്മൾ ഒറ്റക്ക് ആരുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൂട്ടത്തിൽ ഓരോരുത്തർക്കും അറിയാം. ഇൻഡിവിജ്വലി നമ്മളൊരു പെർഫോമർ അല്ല, ബട്ട് ആസ് എ ഗ്രൂപ്പ് ഞങ്ങൾ തകർക്കും. അത് ഏത് സ്റ്റേജിൽ പോയാലും എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ മറ്റൊരാൾ അതിൽ കയറി ചെയ്യുന്നുള്ളതാണ്.